പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉറുദു അക്ഷരങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഉറുദുവിലെ അവസാനത്തെ ചില അക്ഷരങ്ങളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ഈ അക്ഷരമാണ് ഹെ. ഹെ എന്ന ഈ അക്ഷരത്തെ എക് ചഷ്മി ഹെ എന്ന പേരിൽ അറിയപ്പെടുന്നു. എക് ചഷ്മി ഹെ എന്ന് പറഞ്ഞാൽ ചഷ്മ എന്നതിൻ്റെ അർത്ഥം കണ്ണ് എന്നതാണ്. കണ്ണ് എന്നാണ് ഫാർസി ഭാഷയിൽ, പേർഷ്യൻ ഭാഷയിൽ ചഷ്മ എന്നതിൻ്റെ അർത്ഥം. ഇവിടെ ഒരു കണ്ണുള്ളത് കൊണ്ട്, ഒരു കണ്ണ് മാത്രം ഉള്ളത് കൊണ്ടാണ് എക് ചഷ്മി ഹെ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. എക് ചഷ്മി ഹെ എന്ന് ഇങ്ങനെ എഴുതാം. ഈ രീതിയിൽ എക് ചഷ്മി ഹെ എഴുതാം. ഓക്കെ, മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇതിലാണ് എക് ചഷ്മി ഹെ എഴുതേണ്ടത്. ഈ രീതിയിൽ ഹെ എഴുതുക. ഓക്കെ, അടുത്ത അക്ഷരം നോക്കാം. ഈ അക്ഷരങ്ങളൊക്കെ ആദ്യവും നടുവിലും അവസാനം എങ്ങനെ വരും എന്നുള്ളത് പ്രത്യേകം പറയേണ്ട വിഷയമാണ്, അതുകൊണ്ട് പറഞ്ഞുതരാം. ഇതിന് നോക്കൂ, നേരത്തെ അവിടെ ഒരു കണ്ണാണ് ഉണ്ടായിരുന്നത്, ഇവിടെ രണ്ട് കണ്ണുണ്ട് അല്ലേ? ഇവിടെ രണ്ട് കണ്ണുള്ളത് കൊണ്ട് ദോ ചഷ്മി ഹെ എന്നാണ് അറിയപ്പെടുക. ഈ അക്ഷരം ദോ ചഷ്മി ഹെ എന്നാണ് അറിയപ്പെടുക. ഇതും ഹെ ആണ്, നേരത്തെ പറഞ്ഞതും ഹെ തന്നെയാകുന്നു. എങ്ങനെ എഴുതാം? ഈ രീതിയിലാണ് ദോ ചഷ്മി ഹെ എഴുതുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ ഹേക്ക്, ആദ്യം പറഞ്ഞ ഹേക്ക് ഹ എന്ന ഉച്ചാരണം പൂർണ്ണമായും ഉണ്ടാവും. എന്നാൽ ഈ ഹേക്ക് ഉച്ചാരണം എന്നുണ്ടാവില്ല, ഹ എന്നുണ്ടാവില്ല. അതെങ്ങനെയാണ് ഉച്ചരിക്കുക, ഇതിൻ്റെ ഉച്ചാരണം ഏത് രീതിയിലാണ് വരിക എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. അടുത്ത അക്ഷരം എ എന്നതാണ്. എ, യ, ഇ, യു, ഈ എന്ന ശബ്ദങ്ങളാണ് ഈ യാക്ക് ഉള്ളത്. യ എന്ന ശബ്ദം, ഈ എന്ന ശബ്ദം, അതുപോലെ ഈ എന്ന ശബ്ദം എന്നിവയൊക്കെയാണ് ഈ യാക്ക് ഉള്ളത്. ഇത് ഉറുദുവിലെ ഒരു സ്വരാക്ഷരമാണ്. ഓക്കെ, യ എങ്ങനെ എഴുതും? ഇങ്ങനെയാണ് യ എഴുതുക. മുകളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഓക്കെ, ഈ രീതിയിൽ യ എഴുതാം. ഓക്കെ, യ എഴുതാൻ ഒന്ന് എഴുതി നോക്കുക. ഇതുപോലെ യ ഒന്ന് എഴുതി നോക്കൂ. എ എഴുതിയാൽ എയുടെ മറ്റൊരു രൂപമാണ് ഈ എ എന്നുള്ളത്. ഇത് നമ്മൾ ചോട്ടി എ എന്നും ബഡി എ എന്നുമാണ് അറിയപ്പെടുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ എ എഴുതാവുന്നതാണ്. വേറെ ഒന്നും ചെയ്യേണ്ട, ഇത്ര ചെയ്യേണ്ടതുള്ളൂ. ഇതാണ് രണ്ടാമത്തെ എ. ഇത് ഈ എയുടെ ശബ്ദം നേരത്തെ ഉള്ളതിൻ്റെ യ, ഇ, യു, ഈ എന്ന ശബ്ദമൊക്കെ ഈ എ എഴുതുമ്പോൾ എ എന്ന ശബ്ദമാണ് വരിക. എ എന്ന ശബ്ദം, അഥവാ കാഫിൻ്റെ കൂടെ എഴുതുകയാണെങ്കിൽ കെ, അല്ലെങ്കിൽ കെ എന്ന ശബ്ദം. മനസ്സിലായല്ലോ? ഒന്നുകിൽ കെ അല്ലെങ്കിൽ കെ എന്ന ശബ്ദമാണ്, ഉച്ചാരണമാണ് ഈ എ എന്നതിന് വരിക. ഓക്കെ, വഴിയെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ നമുക്ക് പദങ്ങളിലൂടെ മനസ്സിലാക്കാം. നോക്കൂ, ഇവിടെ നമ്മൾ നേരത്തെ ആദ്യം പഠിച്ച ഈ ഹെ, ഓക്കെ, ഇത് ഹ എന്നാണ് അല്ലേ? എക് ചഷ്മി ഹെ ആണ്. ഈ എക് ചഷ്മി ഹെ പദത്തിലേക്ക് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ഈ ഒരു ചിഹ്നം, ഈ ഒരു കൊളുത്ത് എന്തിനുണ്ടാവും? ആ പദത്തിൻ്റെ താഴെ ഉണ്ടാവും. ഒരു പദത്തിൻ്റെ താഴെ, ഒരു പദം എഴുതുമ്പോൾ ആ പദത്തിൻ്റെ താഴെ ഈ ചിഹ്നം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഏത് അക്ഷരമായിരിക്കും? എക് ചഷ്മി ഹെ എന്നതായിരിക്കും. മനസ്സിലായല്ലോ? ഈ ഹെ എന്നതിൻ്റെ ഈ കൊളുത്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഹ എന്നാണ്. ഈ കൊളുത്തുണ്ടെങ്കിൽ അവിടെ എന്തായാലും നമുക്ക് എന്താണ് ഉറപ്പായിട്ടും ഒന്നുകിൽ ഹ, അല്ലെങ്കിൽ ഹി, അല്ലെങ്കിൽ ഹു എന്ന ഉച്ചാരണം അവിടെ വരും. ഓക്കെ, ഈ കൊളുത്ത് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക ഈ അക്ഷരം ഒന്നുകിൽ ഹ എന്നായിരിക്കും, അല്ലെങ്കിൽ ഹി എന്നായിരിക്കും, അല്ലെങ്കിൽ ഹു എന്നായിരിക്കും. ഇത് പിരിച്ചെഴുതുന്ന സമയത്ത്, അഥവാ ഈ പദത്തെ നമ്മൾ പിരിച്ചെഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതുക? ഹായും ഉണ്ട്, മീമും ഉണ്ട്. ഹായും ഉണ്ട്, മീമും ഉണ്ട്.
ഹായും മീമും കൂടിയതാണ് എന്ത്? ഹം എന്നുള്ളത്. എങ്ങനെയാണ് ഹം എഴുതുക എന്ന് നോക്കൂ. ആദ്യം ഇവിടുന്ന് താഴോട്ടൊന്ന് ഇറക്കി, എന്നിട്ട് മുകളിലോട്ട് ഒരു ചെരിച്ചിട്ട് ഒന്ന് ഉയർത്തുക. ഉയർത്തി കഴിഞ്ഞതിന് ശേഷം മീം എഴുതിയിട്ട് താഴോട്ട് എഴുതുക. ഇനി താഴെ ഈ കൊളുത്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു 6 അല്ലേ, ചെറിയൊരു 6 എന്നുള്ള രീതിയിലാണ് ഈ ഹം എഴുതേണ്ടത്. ഇത് ഹം എന്നാണ് വായിക്കുക. ഞാൻ പറഞ്ഞു ഈ കൊളുത്ത് ഇവിടെ വന്നാൽ ഒന്നുകിൽ ഹ എന്നോ ഹി എന്നോ ഹു എന്നോ ആവും. ഇവിടെ മീമാണ്, അപ്പോൾ ഹ ഹം എന്താ വായിക്കുക? ഹം എന്നാണ് വായിക്കുക. അപ്പോൾ ഈ ഹ ആദ്യം വരികയാണെങ്കിൽ അതിൻ്റെ രൂപം എന്ന് പറയുന്നത് എങ്ങനെ എഴുതേണ്ടത്? ഇങ്ങനെയാണ് വരിക. ഓക്കെ, മനസ്സിലായല്ലോ? ഒന്ന് എഴുതി നോക്കൂ, ഹം എന്ന് എഴുതി നോക്കൂ. ഓക്കെ, അത് കഴിഞ്ഞു. ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആ പറഞ്ഞ ചിഹ്നം വരുന്നുണ്ട്. എത്രാമത്തെ ആയിട്ടാണ് വരുന്നത്? രണ്ടാമത്തെയാണ് വരുന്നത്. ഒന്നാമത്തെ പുള്ളി, രണ്ടാമത്തെ കൊളുത്ത്, മൂന്നാമത്തെ പുള്ളി മേല അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് പിരിച്ചെഴുതി നോക്കാം. ഏതാ താഴെ ഒരു പുള്ളി ഉള്ളത്? ഏതായിരിക്കും? ഓക്കെ, ബേ. രണ്ടാമത്തത് നമ്മളിപ്പോൾ പഠിച്ച ഹേ എന്നത്. മൂന്നാമത്തത് നൂന് അല്ലേ? മൂന്നാമത്തെ നൂന്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം ബ എഴുതുക, രണ്ടാമത്തത് ഹ എഴുതുക, മൂന്നാമത്തെ അടിക്ക് താഴോട്ട് ഇറക്കി എഴുതുക. ബ പുള്ളിയിടുക, കൊളുത്തിടുക, നൂനിന് പുള്ളിയിടുക. അപ്പോൾ ഇവിടെ വരുന്നത് ശ്രദ്ധിക്കുക, ഒരു അക്ഷരത്തിൻ്റെ കൂടെ നടുവിൽ വരുന്ന സമയത്ത് ഈ രീതിയിലാണ് ഹേ എഴുതേണ്ടത്. ഈ രീതിയിലാണ് ഹേ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ബഹൻ എന്നാണ് ഇത് വായിക്കുക. ഈ കൊളുത്തുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഹ എന്ന ഉച്ചാരണം അവിടെ വരും, അല്ലെങ്കിൽ ഹി എന്ന ഉച്ചാരണമൊക്കെ ആയിട്ട് വരും. ഹ എന്ന ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഈ ഒന്നാമത്തെ ബെ, ഹ, ന്, ബഹൻ. ബഹൻ എന്ന് പറഞ്ഞാൽ അർത്ഥം സഹോദരി എന്നതാണ്. ബഹൻ എന്ന് പറഞ്ഞാൽ അർത്ഥം സഹോദരി എന്നതാകുന്നു. ഇനി അടുത്ത പദം നോക്കാം. ഇവിടെ തുടക്കത്തിൽ കൊളുത്തുണ്ട് അല്ലേ? എന്നാൽ ഈ പദത്തെ പിരിച്ചെഴുതുമ്പോൾ ഇതിൽ നമുക്ക് 2 ഹേ ലഭിക്കുന്നുണ്ട്. 2 ഹേ കാണാൻ കഴിയും. ഒരു ഭാഗത്ത് കൊളുത്തുണ്ട്, ഒരു ഭാഗത്ത് കൊളുത്തില്ലാത്തതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് പിരിച്ചെഴുതാൻ പോവുകയാണ്. പിരിച്ചെഴുതുമ്പോൾ ഒന്നാമത്തെ അക്ഷരം നമുക്കെല്ലാവർക്കും അറിയാം ഹേ എന്നതാണ്. രണ്ടാമത്തെ അക്ഷരം ഫേ എന്നതാണ്. മൂന്നാമത്തെ അക്ഷരം തേ എന്നതാണ്. നാലാമത്തെ അക്ഷരം വീണ്ടും ഹേയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ ഈ ഭാഗം, അപ്പോൾ ഈ അവസാനത്തിൽ ഈ ഹേ വന്നാൽ എന്തുണ്ടാവില്ല? കൊളുത്തുണ്ടാവില്ല. ഒരു പദത്തിൻ്റെ അവസാനത്തിൽ ഈ ഹേ വരികയാണെങ്കിൽ അവിടെ കൊളുത്തുണ്ടാവില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? ഈ അവസാന ഭാഗം ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞിട്ട് ഉള്ള ഈ രൂപത്തിലുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഭാഗം നോക്കുമ്പോൾ ഈ ഭാഗം കുറച്ച് ഇറക്കി ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് താഴോട്ട് ഇങ്ങനെ കുറച്ച് ഇറക്കി എഴുതുക. അവിടെ മനസ്സിലാക്കേണ്ട ഇവിടെ ഹേ എന്ന അക്ഷരമുണ്ട്. ഇപ്പോൾ ഇവിടെ ഹ, ഫ്, ഹ, ഫ്, ത, ത. ഇവിടെ ഹ എന്നുള്ളത് വ്യക്തമായി ഉച്ചരിക്കേണ്ട. അപ്പോൾ ഈ പദത്തിൻ്റെ അവസാനത്തിൽ ഈ ഹ വരുന്ന സമയത്ത് ക്ലിയറായിട്ട് ഹ എന്നത് ഉച്ചരിക്കേണ്ടതില്ല. അതേസമയം ഇത് നടുവിലോ ആദ്യത്തിലോ വരികയാണെങ്കിൽ കറക്റ്റ് ഹ എന്ന ഉച്ചാരണം വരും. അപ്പോൾ സാധാരണ പെൺകുട്ടികളെ പേര് രാധ, പിന്നെ അതുപോലെ ഷെറീന, അതുപോലെ ഫാത്തിമ, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സാധാരണഗതിയിൽ എന്താ എഴുതുക? പിന്നെ ഇങ്ങനെ എഴുതുമ്പോൾ, ഉറുദുവിൽ എഴുതുമ്പോൾ ഈ രീതിയിലാണ് എഴുതുക. തിമ, മനസ്സിലായല്ലോ? ഷ, ന, ന, ഈ രീതിയിലാണ് എഴുതുക. അപ്പോൾ അവസാനം എന്താണ്? ഹ ആണ്. ഈ ഹ എന്നത് അവസാനം വരുന്ന സമയത്ത് ഉച്ചരിക്കേണ്ടതില്ല. മനസ്സിലായല്ലോ? ഹഫ്ത എന്ന് പറഞ്ഞാൽ ആഴ്ച എന്നതാണ് അർത്ഥം. അടുത്ത പദത്തിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ അക്ഷരം മാറി. നമ്മൾ നേരത്തെ ഇതുവരെ പറഞ്ഞത് ഈ ഹ ആയിരുന്നു അല്ലേ? ഈ ഹ എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ദോചഷ്മി ഹായിലേക്ക് പോകണം. ദോചഷ്മി ഹേ. ദോചഷ്മി ഹേക്ക് എന്തില്ല? ഹ എന്ന ഉച്ചാരണം ഉണ്ടാവില്ല. അഥവാ ഈ ഹ വന്നാൽ നിങ്ങളവിടെ, ഇപ്പോൾ ഉദാഹരണം നമുക്കിത് ആദ്യം പിരിച്ചെഴുതാം. എഴുതുമ്പോൾ ആദ്യം ബേ, വീണ്ടും ഹേ, ദോചഷ്മി ഹേ, പിന്നെ അലിഫ്, പിന്നെ ലാമ്, പിന്നീട് വാവ്. അപ്പോൾ ഇത് നമ്മൾ എഴുതുമ്പോൾ നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണ ഇത് ഹ വായിക്കുകയാണെങ്കിൽ ബഹാലു എന്നതാണ് വായിക്കുക, ബഹാലു. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഹേ വന്നാൽ അവിടെ ഹ എന്നത് ഉച്ചരിക്കാൻ പാടില്ല.
ഈ ഹെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഹായുടെ തൊട്ട് മുമ്പുള്ള അക്ഷരം, ഈ ഹാൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാ? അതെ, ബേ എന്നതാണ് തൊട്ട് മുമ്പുള്ള അക്ഷരം. ഹാൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ബേ എന്നതാണ്. ഈ ബാ നമ്മൾ എന്ത് ചെയ്യണം? കട്ടി കൂട്ടുകയാണ് വേണ്ടത്. കുറച്ച് കട്ടി കൂട്ടി ഉച്ചരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബായുടെ കൂടെ ഹാ വന്നതോടുകൂടി ഭ ആയി മാറും. ഭാ എന്നായി. അലിഫിട്ടാൽ നീട്ടണമല്ലോ. അപ്പോൾ ഭാലു. എന്താ വായിക്കുക? ഭാലു. ഭാലു എന്നാണ് വായിക്കുക. ഒന്നുകൂടി എഴുതി നോക്കാം. ആദ്യം ബേ കഴിഞ്ഞിട്ട് ഹ, അലിഫ്, ഭാലു. ഭാലു എന്ന് പറഞ്ഞ അർത്ഥം കരടി എന്നതാണ്. ഇവിടെ ഒരിക്കലും ബഹാലു എന്ന് വായിക്കാൻ പാടില്ല. ബഹാലു എന്ന് വായിച്ചാൽ തെറ്റിപ്പോകും. ബഹാലു വായിച്ചാൽ തെറ്റാണ്. ഭാലു എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഈ ഹാ വരുന്ന സ്ഥലത്തൊക്കെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തെ എന്ത് ചെയ്താൽ മതി? കട്ടി കൂട്ടിയാൽ മതി. ഒന്ന് കട്ടി കൂട്ടിക്കാണ്ട് ഉച്ചരിച്ചാൽ മതി. അവസാനത്തിൽ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കട്ടി കൂട്ടാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ഹേയുണ്ട്, അലിഫുണ്ട്, തേയുണ്ട്, ഇപ്പോൾ പറയുന്ന ദോചശ്മി ഹേയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഹായും ഈ അലിഫും ചേർത്ത് എഴുതുന്നത് എങ്ങനെയാണ്? ഈ രീതിയിലാണ് ചേർത്ത് എഴുതേണ്ടത്. ഇടയിലൊരു കൊളുത്ത് അല്ലേ? ഈ കൊളുത്ത് അവിടെ ഉണ്ടാവും. അതിന് ശേഷം തായും ഹായും, ഹാത്ത്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഹാത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം കയ്യ് എന്നതാണ് അർത്ഥം. ഇവിടെയും തഹ എന്ന് വായിക്കാൻ പാടില്ല. തഹ എന്ന് വായിക്കാൻ പാടില്ല. എന്തേ വായിക്കുള്ളൂ? th എന്നതാണ് വായിക്കുക. ഹാത്ത്. അതേസമയം ഇത് ഹാത്ത് എന്ന് കട്ടി കൂട്ടാതെ വായിച്ചാൽ, ശക്തി കൊടുക്കാതെ വായിച്ചാൽ അത് ശരിയാവില്ല. വായന ശരിയല്ല. അവിടെ ഥ എന്നതിന് കട്ടി കൂട്ടാണ് വേണ്ടത്. മനസ്സിലായല്ലോ? ഹാത്ത് എന്ന് പറഞ്ഞാൽ കയ്യ് എന്നതാണ് അർത്ഥം. ഓക്കെ, അടുത്തത് ഈ എ. നമ്മൾ ആദ്യം പഠിച്ച എ. ആ എ ആണെങ്കിൽ, അഥവാ ഈ എ ആണെങ്കിൽ യാ എന്നോ ഈ എന്നോ യു എന്നോ ഈ എന്ന ശബ്ദമോ അതിനുണ്ടാവും. ഏതെങ്കിലും വേറൊരു അക്ഷരത്തിൻ്റെ കൂടെ വരുമ്പോൾ ആ അക്ഷരത്തെ ഈ ശബ്ദത്തിലേക്ക് മാറ്റും. ഇപ്പോൾ ഉദാഹരണം ഫേ എന്നാണെങ്കിൽ ഫേ കഴിഞ്ഞിട്ട് യാവ് വരികയാണെങ്കിൽ, ഫ കഴിഞ്ഞിട്ട് യാവ് വരികയാണെങ്കിൽ ഫീ എന്നായി മാറും. ജ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ജി എന്നായി മാറും. ആദ്യത്തിൽ യാവ് വരികയാണെങ്കിൽ ഈ രീതിയിലാണ് എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് പിരിച്ചെഴുതാം. ഏതൊക്കെ അക്ഷരങ്ങൾ? എ പ്ലസ് അലിഫ് പ്ലസ് ദാൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പദം പിരിച്ചെഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യൂല? പുള്ളിയിടൂല. പദം പിരിച്ചെഴുതുമ്പോൾ ഒരക്ഷരമായി ഇത് എഴുതുന്ന സമയത്ത് ഇതിന് പുള്ളിയിടില്ല. അതേസമയത്ത് വേറൊരു അക്ഷരത്തോട് കൂട്ടി എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പുള്ളിയിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതുപോലെ യാദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓർമ്മ എന്നാണ് അർത്ഥം. യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ, സ്മരണ എന്നൊക്കെയാണ് അർത്ഥം. യാദ്, ഓർമ്മ. മനസ്സിലായല്ലോ? ഓക്കെ, എന്താണ് ഇത് വായിക്കുക? എങ്ങനെ ഇത് പിരിച്ചെഴുതാം? ആദ്യത്തെ അക്ഷരം ഏതാ? ആദ്യത്തിൽ 3 പുള്ളി കാണുന്നുണ്ട് താഴെ അല്ലേ? അപ്പോൾ 3 പുള്ളിയുള്ള പേ എന്നതാണ് ഒന്നാമത്തെ. രണ്ടാമത്തേതോ 2 പുള്ളിയുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ യാ ആണ് അല്ലേ? യാ. പിന്നെ അലിഫ്, ലാമ് അലിഫ് അല്ലേ? പേ എ ലാം അലിഫ്. അപ്പോൾ ഇത് എങ്ങനെ വായിക്കാം? അപ്പോൾ ഇവിടെ പേയുടെ കൂട്ടത്തിലേക്ക് ആര് വന്നു? യാ വന്നു. പേയുടെ കൂടെ ആര് വന്നു? യാ വന്നു. അപ്പോൾ ഇവിടെ ശബ്ദം ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞു ഈ എന്ന ശബ്ദം. പേയുടെ കൂടെ ഈ വന്നപ്പോൾ എന്തായി? ശബ്ദം എന്തായി? ശബ്ദം പീ എന്നായി മാറി. പീ. പിന്നെ ലാമും അലിഫും. ലാമിൻ്റെ കൂടെ അലിഫ് വന്നാൽ എന്താ? ആ ശബ്ദമാണ്. അലിഫ് വന്നാൽ ആ ശബ്ദവും, എ വന്നാൽ ഈ ശബ്ദവും. അപ്പോൾ ലാ, പീല. അപ്പോൾ ഇത് പീ, ഇത് ലാ, പീല എന്നാണ് വായിക്കുക. പീല. അപ്പോൾ യാ നടുവിൽ വന്നാലും എന്ത് തന്നെയാണ്? പുള്ളിയിട്ട് കൊണ്ടാണ് എഴുതുക. അടുത്ത നോക്കൂ. നമുക്ക് ആദ്യം അക്ഷരങ്ങൾ നോക്കാം. ഏതൊക്കെ അക്ഷരങ്ങൾ? ഓക്കെ, ഒന്നാമത്തത് ടേ, വാവ്, പിന്നെ 3 പുള്ളി. ലാസ്റ്റത്തെ എന്താണ്? ഇവിടെ ഇങ്ങനെ ഇതുവരെയാണ് 3 പുള്ളിയുള്ള പേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറക്കി എഴുതിയിട്ടുള്ളത് അല്ലേ? ഇങ്ങനെ ഇറക്കി എഴുതുകൊണ്ട് അക്ഷരം ഏതാണ്? യാ ആണെന്ന് മനസ്സിലായോ? പക്ഷെ അവസാനം യാ വന്നപ്പോൾ എന്ത് വന്നില്ല? ഇവിടെ 2 പുള്ളി വന്നില്ല അല്ലേ? അവസാനം യാ വന്നപ്പോൾ ഇവിടെ എന്തില്ല? ഈ പദത്തിൽ 2 പുള്ളി ഇട്ടിട്ടില്ല. പുള്ളി ഇടേണ്ട ആവശ്യമില്ല. പുള്ളി ഇടേണ്ടതില്ല കേട്ടോ. അക്ഷരമായി എഴുതുമ്പോഴും ഈ അക്ഷരം അവസാനം വരുമ്പോഴും പുള്ളി വേണ്ട. എങ്ങനെ കൂട്ടി എഴുതാം?
ഈ രീതിയിലാണ് കൂട്ടി എഴുതേണ്ടത്. അപ്പോൾ അതെന്താ വായിക്കുക? ട വ. ഈ ടായും വായും കൂടുന്ന സമയത്ത് രണ്ട് തരത്തിൽ വായിക്കാം. ഒന്നുകിൽ ടൂ എന്ന് വായിക്കാം, അല്ലെങ്കിൽ ടോ എന്ന് വായിക്കാം. ഇവിടെ ടോ എന്നതാണ് ഉച്ചാരണം. ഇവിടെ ടോ എന്നതാണ് ഉച്ചാരണം. വാവിന് ഊ എന്ന ശബ്ദവും ഉണ്ട്, ഓ എന്ന ശബ്ദവും ഉണ്ട്. ഇവിടെ ഓ എന്ന ശബ്ദമാണ്. അതേസമയം ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ കൂടെ യാ വന്നാൽ എന്ത് ചെയ്യണം? ഈ എന്ന ശബ്ദത്തിൽ അത് മാറും. പേ എന്നതിലേക്ക് പേ, പ എന്നതിലേക്ക് യാ വന്നപ്പോൾ പീ എന്നായി. അപ്പോൾ എന്താ വായിക്കുക? ടോ പീ. എന്താ വായിക്കുക? ടോപ്പി. ടോപ്പി എന്നാണ് വായിക്കുക. ഒന്ന് എഴുതി നോക്കൂ ടോപ്പി എന്നത്. ഓക്കെ, അടുത്തത് ഇനി നമ്മൾ ഈ പദത്തിൽ പറയുന്നത് ഏതക്ഷരമാണ്? ഈ അക്ഷരമാണ്, അഥവാ രണ്ടാമത്തെ യാ ആണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ യാനെ കുറിച്ചാണ് ഇവിടെ ഇതിൽ നമ്മൾ പറയുന്നത്. നമ്മളൊന്ന് ആദ്യം പിരിച്ചെഴുതി നോക്കാം കേട്ടോ. ഒന്ന് പിരിച്ചെഴുതി നോക്കാം. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? ഒന്ന് കാഫ്, രണ്ടാമത്തത് എ, മൂന്നാമത്തത് ലാമ്, നാലാമത്തത് അലിഫ്. നമ്മൾ ആദ്യത്തെ യാ എഴുതുമ്പോഴും രണ്ടാമത്തെ യാ എഴുതുമ്പോഴും എങ്ങനെ തന്നെയാണ് എഴുതുക? രണ്ട് പുള്ളിയിട്ട് തന്നെയാണ് എഴുതുക. മനസ്സിലായല്ലോ? ആദ്യത്തെ യാ ആണെങ്കിലും രണ്ടാമത്തെ ഈ യാ ആണെങ്കിലും അതൊരു പദത്തിലേക്ക് എഴുതുന്ന സമയത്ത് എങ്ങനെ തന്നെയാണ് എഴുതുക? എ എന്നത് എങ്ങനെ തന്നെ എഴുതും? പുള്ളിയിട്ട് തന്നെയാണ് എഴുതുക. അത് ആദ്യമാണെങ്കിലും നടുവിലാണെങ്കിലും ഈ രീതിയിൽ തന്നെ എഴുതാം. ഒരു പദത്തിൻ്റെ ആദ്യമാണെങ്കിലും അവസാനമല്ല നടുവിലാണെങ്കിലും പുള്ളിയിട്ടാണ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ പിരിച്ചെഴുതുന്ന സമയത്ത് ഈ രീതിയിൽ എഴുതിയത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുക എന്താണ്? കേല എന്നാണ് ഇത് വായിക്കുക. എന്താ വായിക്കുക? കേല. കേല എന്ന് പറഞ്ഞാൽ പഴം എന്നാണ് അർത്ഥം. വാഴപ്പഴത്തിനാണ് കേല എന്ന് പറയാം. അതേസമയം ഇത് കീല എന്ന് വായിക്കാം അല്ലേ? പക്ഷെ നമ്മളിത് ഇവിടെ കേല എന്നതാണ്. കേല എന്ന് പറഞ്ഞാൽ പഴം എന്നാണ് അർത്ഥം. കേല. അപ്പോൾ പിരിച്ചെഴുതുമ്പോൾ ഈ രീതിയിലാണ് എഴുതേണ്ടത്. കേല എന്നാണ് ഇത് വായിക്കുക. ഇതിൻ്റെ ശബ്ദം ഒന്നുകിൽ കെ എന്ന ശബ്ദം, അല്ലെങ്കിൽ കേ എ എന്ന ശബ്ദമോ എ എന്ന ശബ്ദമോ ആവും. ഇനി ഇതേ അക്ഷരം അവസാനത്തിൽ വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അവസാനത്ത് വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് എഴുതുക. ഇപ്പോൾ ഉദാഹരണം ഇവിടെ രണ്ട് പദങ്ങളാണുള്ളത്. ഒന്ന് ഹേയും മറ്റൊന്ന് എയും. അപ്പോൾ ആദ്യത്തിൽ ഈ ഹേ ആദ്യം വരുന്ന സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞു ഇതേ രീതിയിലാണ് എഴുതേണ്ടത്. അതിന് ശേഷം വരുന്നത് ഈ എ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ നീട്ടിയിടുക, ഈ രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ എന്ത് വായിക്കും? ഹേ എന്ന് വായിക്കും. അങ്ങനെ എഴുതാം. ഓക്കെ, ഒന്ന് എഴുതി ശീലിക്കുക കേട്ടോ. ഇതുപോലെ എഴുതി ശീലിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും അക്ഷരങ്ങളാണ് ഉറുദുവിലുള്ളത്. പിന്നെ ഇത് കൂടാതെ എന്ത് കൂടിയുണ്ട്? അംസ് നമ്മൾ സാധാരണ ഇടാറുണ്ട്. അംസ്, ഇത് അംസാണ്. അംസ് സാധാരണ ഇങ്ങനെ അംസായിട്ട് എഴുതാറില്ല. ഒന്നുകിൽ വാവിൻ്റെ മുകളിൽ അംസ് വരികയാണെങ്കിൽ, വാവിന് മുകളിൽ അംസ് വരികയാണെങ്കിൽ ഓ എന്ന ശബ്ദമാണ് വരിക. വാവിൻ്റെ മുകളിൽ അംസ് വരികയാണെങ്കിൽ ഓ എന്ന ശബ്ദമാണ് വാവിന് വരിക. ഉദാഹരണം ആവോന, ആവോന. ഇവിടെ വാവിന് മുകളിൽ എന്താ ഉള്ളത്? അംസാണുള്ളത്. അംസ് ഇങ്ങനെ കുറച്ച് ഈ രീതിയിലാണ് നമ്മൾ സാധാരണ പ്രിൻ്റഡിൽ കാണാറുള്ളത്. ഇതുപോലെ ചെരിഞ്ഞൊരു രൂപത്തിലാണ് കാണാറുള്ളത്. അത് ടെസ്റ്റിൽ വായിക്കുന്ന സമയത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില കുട്ടികൾ എന്ത് ചെയ്യലുണ്ട്? രണ്ട് പുള്ളിയൊക്കെ ഇട്ട് എഴുതാറുണ്ട്. പുള്ളി ഇട്ടാൽ അക്ഷരം മാറും. പുള്ളി ഇടാൻ പാടില്ല. അവിടെ ഒന്നുകിൽ ഇതുപോലെ എന്ത് ചെയ്യുക? ഇതുപോലെ അംസ് ഇടുക, അല്ലെങ്കിൽ ഈ രീതിയിൽ കുറച്ച് ഈ രീതിയിലാണ് അംസ് ഇടേണ്ടത്. അംസ് എന്നത് ഈ രീതിയിൽ ഇടുക. ഓക്കെ, അപ്പോൾ ഇത്രയും അക്ഷരങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളുടെ പുസ്തകത്തിലുള്ളത്, എങ്ങനെയൊക്കെയാണ് വായിക്കുക എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ശുക്രിയ. ഖുദാ ഹാഫിസ്.